നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ VFA പരീക്ഷ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നംച പർവ്വതയാണ് കേട്ടോ. മറക്കരുത്, ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ആരാണ്? അത് നംച പർവ്വ അല്ലെങ്കിൽ നമച്ച പർവ്വതയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹിമാലയം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, ഹിമാലയത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. പഠിക്കണേ, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്, അല്ലെങ്കിൽ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. സംസ്കൃതത്തിൽ ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു. ഒത്തിരി തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. സംസ്കൃതത്തിൽ ഹിമാലയം അറിയപ്പെടുന്ന പേരാണ് മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരയുടെ നീളം 2400 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 മൈലാണ്. പഠിച്ചോളണേ, ഹിമാലയ പർവ്വതനിരയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 1500 മൈലാണ്. മൈലില് കൃത്യമായിട്ട് പഠിക്കുക, 1500 മൈല്. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിലെ ഹിമാലയത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. ജമ്മു കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശ് സംസ്ഥാനം എത്തുമ്പോഴേക്കും ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്ററായി ചുരുങ്ങുകയും ചെയ്യും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സംസ്കൃതത്തിൽ ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരയുടെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് 1500 മൈൽ എന്ന് പറയാം. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി എന്ന് പറയുന്നത് 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിലെ ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായി പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ സ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കണ്ടോ, നോർത്ത് എന്ന് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര ആര് എന്ന് ചോദിച്ചാൽ അത് ഹിമാലയ പർവ്വതനിരയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരെന്ന് ചോദിച്ചാൽ അത് ഹിമാലയ പർവ്വതനിരയാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. സിന്ധു നദി എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ അറിയാലോ, ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകുന്ന നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഒഴുകി വരുന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു കിടക്കുന്ന ബൃഹത്തായ മലനിരയാണ് ഹിമാലയ പർവ്വതനിര. പഠിച്ചോളണേ. അപ്പോ സിന്ധു നദീ തടം മുതല്, സിന്ധു നദി ഒഴുകുന്നത് എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറ് വശത്തൂടെയാണ് കേട്ടോ. വെസ്റ്റേൺ സൈഡാണ്. ഇതാണ് നമ്മുടെ പടിഞ്ഞാറ് വശം. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡാണ് കേട്ടോ. പടിഞ്ഞാറ് സിന്ധു നദി മുതല് കിഴക്ക് ബ്രഹ്മപുത്ര നദി, ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക് കേട്ടോ, കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര അറിയപ്പെടുന്ന പേരാണ് ഹിമാലയ പർവ്വതനിര. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയം പർവ്വതനിരയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗംഗാ സമതലം വരുന്നത് കേട്ടോ. ഗംഗാ സമതലം ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഈ ഗംഗാ സമതലത്തിനും ഈ കണ്ട സുഹൃത്തുക്കളെ ചൈനയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് പ്രദേശങ്ങൾ, ഇതിനെയാണ് നമ്മൾ ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത്. ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോ ഗംഗാ സമതലം ഇവിടെയുണ്ട്. തൊട്ട്
തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആരുണ്ട്? ടിബറ്റൻ പീഠഭൂമിയുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടി വേർതിരിച്ച് ഇവർക്കിടയിലായിട്ട് കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയൻ പർവ്വതനിര. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാലോ, ഹിമാലയൻ പർവ്വതനിരയുടെ സ്ഥാനം ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനിടയിലുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിര. സുഹൃത്തുക്കളെ, ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. ഈ റൗണ്ടിൽ കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. അപ്പോ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിര. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഹിമാലയത്തിന്റെ രൂപീകരണം. സുഹൃത്തുക്കളെ, ചിത്രത്തിലെ ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ ഒരു ഫലകം ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം. എന്താണ്? ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം വളരെ സമയമെടുത്ത് പയ്യെ എങ്ങോട്ട് ചെന്ന് ഇടിച്ച് കയറി കൊടുത്തു? നമ്മുടെ യുറേഷ്യൻ ഫലകത്തിലേക്ക് ചെന്ന് കയറി കൊടുത്തു. യുറേഷ്യൻ ഫലകത്തിൽ ചെന്ന് ഇടിച്ചു. ഇങ്ങനെ യുറേഷ്യൻ ഫലകത്തിൽ ചെന്ന് ഇടിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ പണ്ടൊരു സമുദ്രം ഉണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു തെതീസ് എന്നുള്ളത്. മറക്കല്ലേ, തെതീസ് എന്നുള്ള സമുദ്രം. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വന്നുള്ള ഇടി കാരണം അല്ലെങ്കിൽ കൂട്ടിമുട്ടൽ കാരണം ഈ സമുദ്രത്തിന്റെ ഈ തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു വന്നു. തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു വരികയും അത് പിൽക്കാലത്ത് എന്തായിട്ട് മാറുകയും ചെയ്തു? നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയായിട്ട് മാറുകയും ചെയ്തു. ക്ലിയർ ആയിട്ട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ യുറേഷ്യൻ ഫലകം. ഈ യുറേഷ്യൻ ഫലകവുമായിട്ട് വന്ന് കൂട്ടിയിടിക്കുകയും ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം യുറേഷ്യൻ ഫലകത്തിന് ഉള്ളിലേക്ക് എന്ത് ചെയ്തു? കയറിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ഈ യുറേഷ്യൻ ഫലകത്തിന് ഉള്ളിലേക്ക് കയറിപ്പോയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. കൊണ്ട് സമ്മർദ്ദം ഉണ്ടായത് കണ്ടോ ഇവിടെ. അതുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് അങ്ങ് പൊങ്ങി വന്നു. ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം ചെന്ന് കൂട്ടിയിടിച്ചിട്ട് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം മുകളിലേക്ക് ഉയർന്നു വരികയല്ല ചെയ്തത്. ഇൻഡോ ആസ്ട്രേലിയൻ ഫലകത്തിനും അതുപോലെ തന്നെ യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന തെതീസ് എന്നൊരു പാവം സമുദ്രം ഉണ്ടായിരുന്നു. അവന്റെ അടുത്തിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് പൊങ്ങി വന്നു. ഇങ്ങനെയാണ് ഹിമാലയൻ പർവ്വതനിര രൂപപ്പെട്ടതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടുമുട്ടിയപ്പോൾ അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ട മലനിരയാണ് ഹിമാലയൻ പർവ്വതനിര. പഠിക്കുക. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയൻ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ശരിയാണ്. കിഴക്കൻ പ്രദേശത്തേക്ക് വരുംതോറും ഹിമാലയൻ പർവ്വതനിരയുടെ ഉയരം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിൽ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഈ 2 പോയിന്റ് സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു തരാം. സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നേരത്തെ തന്നിട്ടുള്ള അതേ ചിത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കണ്ട സുഹൃത്തുക്കൾ, ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സുഹൃത്തുക്കളെ, മുകളിലോട്ട് എന്താണ്? നോർത്ത് അല്ലെങ്കിൽ വടക്ക് വശമാണ് അല്ലേ? വടക്ക് വശമല്ലേ മുകളിലേക്ക്? താഴോട്ടാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? വടക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? സൗത്ത് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം തെക്കു വശം എന്ന് പറയാം. അതുപോലെ തന്നെ ഇടതുവശമാണെന്നുണ്ടെങ്കിൽ അത് വെസ്റ്റേൺ സൈഡ് ആണ്. വലതുവശമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഈസ്റ്റേൺ സൈഡ് ആണ്. വെസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ പടിഞ്ഞാറ് വശമാണ്. അതുപോലെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്ക് വശമാണ്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വടക്ക് വശമാണ്. താഴ്ഭാഗം എന്ന് പറയുന്നത് തെക്ക് വശമാണ്. ഇടത്തെ സൈഡ് എന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. വലത്തെ സൈഡ് എന്ന് പറയുന്നത് കിഴക്കാണ്. ഓക്കെ ആയി. ഇനി ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ വ്യക്തമായി ശ്രദ്ധിക്കുക. എന്താ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്? പടിഞ്ഞാറ് നിന്നും, പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഈ ഭാഗമാണ് നമ്മുടെ
ഹിമാലയത്തിന്റെ പടിഞ്ഞാറേ ഭാഗം. ഈ പടിഞ്ഞാറ് നിന്നും നേരെ കിഴക്കോട്ട് വരും തോറും, കിഴക്കോട്ടുള്ള വശം കണ്ടോ, ഇതല്ലേ കിഴക്കോട്ടുള്ള വശം. ഈ കിഴക്കോട്ട് വരും തോറും ഹിമാലയ പർവ്വതനിര കണ്ടോ സുഹൃത്തുക്കളെ, ചെറുതായി ചെറുതായി വരും. ഹിമാലയ പർവ്വതനിരയുടെ വീതി കുറഞ്ഞു വരികയും അതിനോടൊപ്പം തന്നെ ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള മലനിരകളുടെ ഉയരം എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും കിഴക്ക് വശത്തേക്ക് വരും തോറും ഹിമാലയ പർവ്വതനിരയുടെ ഉയരം എന്ന് പറയുന്നത് കുറയുകയും വീതി എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്, ഹിമാലയ പർവ്വതനിര ഇവിടെയുണ്ട്. ആ ഹിമാലയ പർവ്വതനിരയിൽ നിന്ന് നേരെ തെക്കോട്ട് വരും തോറും, തെക്കെന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടാണ് നമ്മുടെ സദേൺ സൈഡ് അല്ലെങ്കിൽ തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ തെക്കോട്ട് വരും തോറും ഹിമാലയത്തിന്റെ തണുപ്പ് കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിന്റെ തണുപ്പ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗംഗാ സമതലത്തിന്റെ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഹിമാലയത്തിന്റെ ഭാഗമായുള്ള തണുപ്പൊന്നും എവിടെയില്ല, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല. പക്ഷെ തണുപ്പുണ്ട്. എവിടെയൊക്കെയാണ് വരുന്നത്, ഏകദേശം ഹിമാചൽ പ്രദേശിന്റെയും അതുപോലെ ലഡാക്ക്, ജമ്മു കാശ്മീർ തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഹിമാലയത്തിന്റെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം നമുക്ക് വഴിയെ പഠിക്കാം. അത് നമുക്ക് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നൊക്കെ പറഞ്ഞ് ഹിമാലയത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വ്യക്തമായിട്ട് പഠിക്കും. ആ ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നതൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഹിമാലയത്തിൽ നിന്നും തെക്കോട്ട് വരും തോറും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മുടെ ഗംഗാ സമതലത്തിലേക്ക് നടന്നു വരും തോറും ഹിമാലയത്തിന്റെ തണുപ്പ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹിമാലയത്തിലുള്ള തണുപ്പ് എന്താണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ രണ്ട് പോയിന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പോ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഹിമാലയത്തിൽ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഉയരം മാത്രമല്ല അവന്റെ വീതിയും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. വീതിയും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചോളുക. ഹിമാലയത്തിന്റെ മഞ്ഞു മൂടിയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ മഞ്ഞു മൂടിയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് എന്താണ്, തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എന്താണ്, വളരെ കുറവാണ്. ഭൂപ്രദേശത്തിന് ഉയരക്രമത്തിനനുസരിച്ച് വ്യത്യസ്ത സസ്യജാലങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഭൂപ്രദേശത്തിന്റെ ഉയരത്തിന്റെ ക്രമത്തിനനുസരിച്ച് വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ആ സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നീ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. കണ്ടോ സുഹൃത്തുക്കളെ, മേപ്പിള്, ചെസ്നട്ട്, ഓക്ക് തുടങ്ങിയ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇവർ നല്ല ഉയരത്തിൽ വളരുന്ന സസ്യങ്ങളായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ. ഇത്തരം സസ്യങ്ങൾക്ക് എന്താണ്, ഉയരം കൂടിയ സസ്യങ്ങളായിരിക്കും. അപ്പോ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉള്ള ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അത് മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നിവയാണ്. മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നിവയാണ്. എന്നാൽ 2000 മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, തണുപ്പ് കൂടുതലായിരിക്കും അല്ലെ. 2000 മീറ്ററിന് ഉയരിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ദേവദാരു, സ്പ്രൂസ് എന്നീ വൃക്ഷലതാദികൾ മാത്രമേ ഈ 2000 മീറ്ററിന് മുകളിലുള്ള ഹിമാലയത്തിൽ കാണപ്പെടുകയുള്ളൂ. പഠിക്കുക. 2000 മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്, ഹിമാലയത്തിലെ തണുപ്പ് കൂടുതലായിരിക്കും ഈ പ്രദേശത്ത്. ഇങ്ങനെ തണുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വളർന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവ തണുപ്പിനെ എന്താണ്, പ്രതിരോധിക്കാൻ കഴിവുള്ളവയായിരിക്കും. അങ്ങനെയുള്ള ദേവദാരു, സ്പ്രൂസ് എന്നീ സ്തൂപികാ വൃക്ഷങ്ങളായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. ഇതാണ് കേട്ടോ സ്പ്രൂസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ദേവദാരു എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചേ. കണ്ടോ, ഞാൻ വരച്ചപ്പോ കണ്ടോ ഒരു സ്തൂപികയുടെ ആകൃതി എനിക്ക് ലഭിച്ചത് കണ്ടോ. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ വരച്ച സമയത്ത് കണ്ടോ ഒരു സ്തൂപികയുടെ ആകൃതി നമുക്ക് ലഭിച്ചത് കണ്ടോ. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളെ നമ്മൾ സ്തൂപികാ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്.
കാരണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്തൂപത്തിന്റെ ആകൃതി നമുക്ക് ലഭിക്കും. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിലേക്ക് പോകുമ്പോൾ, എവിടെ ഉയരത്തിലേക്ക് പോകുമ്പോൾ? ഹിമാലയത്തിന്റെ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നീ വൃക്ഷങ്ങളെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ പ്രത്യേകം എന്താണ്? വളരെ ഉയരമുള്ള വൃക്ഷങ്ങളായിരിക്കും ഇവ എന്ന് പറയുന്നത്. എന്നാൽ 2000 മീറ്ററിന് മുകളിലേക്ക് നമ്മൾ ഹിമാലയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ തണുപ്പെന്ന് പറയുന്നത് അധികമായിരിക്കും. അപ്പോ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാ വൃക്ഷങ്ങളായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്തൂപത്തിന്റെ ആകൃതി കിട്ടും കേട്ടോ. അവന്റെ ഇലകളുടെ എല്ലാം കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്തൂപത്തിന്റെ ആകൃതി കിട്ടും. വേറൊന്നുമില്ല, നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇരിക്കുന്ന അവിടുത്തെ ഉള്ള വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കും. മ്യാൻമറിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് അറക്കയോമ. എന്താ പറയുന്നത്? അറക്കൻയോമ. മറക്കല്ലേ, മ്യാൻമറിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അറക്കനോമ. ഹിമാലയത്തിന്റെയും മധ്യ ഏഷ്യയിലെ പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമീർ പർവ്വതനിര. ഹിമാലയത്തിനെയും മധ്യ ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് പാമീർ പർവ്വതനിരയാണ്. ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാമീർ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നു ഹിമാലയത്തിന്റെയും മധ്യ ഏഷ്യയിലെയും പർവ്വതങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പാമീർ പർവ്വതനിരയാണ്. ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാമീർ ആണ്. പ്രീവിയസ് ചോദ്യം. ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 6 ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചോളണേ. ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 ആണ്. ഏത് രാജ്യങ്ങളൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ഹിമാലയ പർവ്വതനിര കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ മ്യാൻമറിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അത് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഓപ്ഷനിൽ കയറി വരും. അപ്പോ ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 ആണ്. അപ്പോ ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ, ഭൂട്ടാൻ പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട് സുഹൃത്തുക്കളെ. ഈ കോഡ് അങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനെ സൂചിപ്പിക്കുന്നു. അതുപോലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈന. മറക്കല്ലേ, ഒന്നുകൂടി പറയാം. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിര തന്നെയാണ്. ഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ. ഇനി പാനിക്കായിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന. അപ്പോൾ ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 11. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 11. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. ഏതൊക്കെയാണ് ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കും. ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചാൽ അത് 2 എണ്ണം ഉണ്ട്. ആരൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കുക. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ബംഗാൾ, അല്ലെങ്കിൽ നമ്മൾ അവനെ പറയും വെസ്റ്റ് ബംഗാൾ എന്ന്. വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാള്. അപ്പോൾ അതൊന്ന് പഠിക്കാമല്ലോ സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. ജമ്മു കാശ്മീരും ലഡാക്കും. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ,
മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ബംഗാൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ 11 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്. പഠിക്കുക. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ചോദിച്ചാൽ അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാലയത്തിന് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. സുഹൃത്തുക്കൾ, ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നേരെ മുകളിലോട്ടല്ലേ സുഹൃത്തുക്കളെ നമ്മൾ നോർത്ത് എപ്പോഴും മാർക്ക് ചെയ്യുന്നത്? നേരെ മുകളിലോട്ടാണ് നോർത്തും അല്ലെങ്കിൽ വടക്ക് മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും, ഈ ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് പോകുന്തോറും നമ്മുടെ ഹിമാലയത്തിന്റെ വടക്ക് വശത്തേക്കല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയുടെ മുകളിലേക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വടക്ക് വശത്തേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹിമാലയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും നമ്മൾ മുകളിലോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഹിമാലയത്തിന്റെ വടക്കു വശത്തേക്ക് നടന്നു തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെത്തുമ്പോഴാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിമാദ്രിയെ കാണാൻ കഴിയുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. ഇതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രി എവിടെയാ സ്ഥിതി എന്ന് ചോദിച്ചാല് നമ്മുടെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഏറ്റവും വടക്ക് വശമല്ലേ സുഹൃത്തുക്കളെ? ഏറ്റവും വടക്കേറ്റത്തല്ലേ കിടക്കുന്ന ഹിമാദ്രി. അപ്പോൾ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. കണ്ടോ, ഇന്നർ ഹിമാലയം അല്ലേ സുഹൃത്തുക്കളെ? ഹിമാചലും സിവാലിക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഹിമാദ്രി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹിമാദ്രി എന്ന് പറയുന്നത് ഇന്നർ ഹിമാലയമാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിന് അകത്തുള്ള ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിന് ഉള്ളിൽ വരുന്ന ഒരു പോർഷനാണ് നമുക്ക് പറയാം അല്ലേ. അതുകൊണ്ടാണ് അതിനെ ഇന്നർ ഹിമാലയം എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്ന് ഹിമാദ്രിയെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ ഒരു ഹിമാദ്രിയുടെ പോർഷനിലാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ള കൊടുമുടികളൊക്കെ കാണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടുതൽ മാർക്കാണ് ഹിമാദ്രിക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാ സുഹൃത്തുക്കളെ? 6000 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ് സുഹൃത്തുക്കളെ? 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റ് ശിലകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ്. പഠിച്ചോളണേ, ഹിമാദ്രിയുടെ ഉപരിതലം ഗ്രാനൈറ്റ് ശിലകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി പർവ്വതനിരയിലാണ്. പഠിച്ചോളണേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രി പർവ്വതനിരയുടെ ഭാഗമാണ്. ഹിമാദ്രി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത് ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളെ എന്ന് ചോദിച്ചാൽ അത് ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഹിമാദ്രിയുടെ ശരാശരി ഉയരമാണ് നമ്മൾ 6000 മീറ്റർ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയാണ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികളാൽ സമ്പുഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്ക പർവ്വതം, അന്നപൂർണ, നന്ദാദേവി, ധൗലഗിരി, ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഈ കൊടുമുടികൾ തന്നിട്ട് ഇത് ഏത് മലനിരയുടെ ഭാഗമാണെന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ വെച്ചങ്ങ് പഠിക്കണം. ഹിമാദ്രിയിലെ പ്രധാന കൊടുമുടികൾ ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്ക പർവ്വതം, അന്നപൂർണ,
നന്ദാദേവി, ധൗളഗിരി. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി പർവ്വതനിരയെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെയാണ്. ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി പർവ്വതനിരയെ നമ്മൾ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നംഗപർവ്വതവും നന്ദാദേവിയും മറക്കല്ലേ. നേക്കഡിന്റെ എൻ എന്തിനെ സൂചിപ്പിക്കുന്നു? നംഗപർവ്വതത്തെയും നന്ദാദേവി പർവ്വതനിരയെയും സൂചിപ്പിക്കുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നപൂർണയെ സൂചിപ്പിക്കുന്നു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണയെ സൂചിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയെ സൂചിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയെ സൂചിപ്പിക്കുന്നു. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിനെ സൂചിപ്പിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗളാഗിരിയെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗളാഗിരിയെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ഹിമാദ്രിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കൊടുമുടികൾ PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് അവയെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഹിമാദ്രി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊടുമുടികൾ പഠിക്കാനായിട്ട് നമ്മുടെ കോഡ് എന്താണ്? ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഹിമാദ്രി നേക്കഡ് ആണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാദ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദ്രിയും പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ഒന്ന് നംഗപർവ്വതവും മറ്റൊന്ന് നന്ദാദേവിയും സൂചിപ്പിക്കുന്നു. നംഗപർവ്വതവും നന്ദാദേവിയും എന്നുപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. നേക്കഡിന്റെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നപൂർണ പർവ്വതനിര. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപൂർണ പർവ്വതനിര. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ പർവ്വതനിര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചോളേ. കാഞ്ചൻജംഗ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അപ്പോ കാഞ്ചൻജംഗ പർവ്വതനിരയെ കെ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. ഇനി നേക്കഡിന്റെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവറസ്റ്റ് ആണ്. നേക്കഡിന്റെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റ് ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധൗളാഗിരിയാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗളാഗിരി പർവ്വതനിരയാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൗണ്ട് എവറസ്റ്റിനെ പറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. നമുക്ക് ഏതൊരു PSC ഉദ്യോഗാർത്ഥിക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. 3 പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയൻ പർവ്വതനിരയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും മൗണ്ട് എവറസ്റ്റ് ആണ്. ഇനി ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് 8848.86 മീറ്റർ ആണ്. ഈ പോയിന്റ് ഒക്കെ വ്യക്തമായിട്ട് പഠിച്ചോളേ. ഇനിയുള്ള എക്സാമിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 8848.86 മീറ്റർ ആണ്. അത് ഏകദേശം 29,000 അടിക്ക് തുല്യമാണ്. പഠിച്ചോളണം. മൗണ്ട് എവറസ്റ്റിന്റെ എത്ര ഫീറ്റ് അല്ലെങ്കിൽ എത്ര അടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 29,000 അടി ഉയരമുണ്ട്. പഠിക്കണം. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 8848.86 മീറ്റർ ആണ്. അത് ഏകദേശം 29,000 അടി ഉയരം വരും. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാ സുഹൃത്തുക്കളെ? നേപ്പാൾ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ഹിമാലയത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നും ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം പറഞ്ഞു കഴിഞ്ഞാൽ 8848.86 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 29,000 അടിയാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ നേപ്പാൾ ആണ്. പഠിക്കുക. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് സാഗർമാത. നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് സാഗർമാത. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് ചോമോലുഗ്മ. പഠിക്കുക. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് ചോമോലുഗ്മ. എന്ന പേരിൽ അറിയപ്പെടുന്നത് ചോമോലുഗ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോമോലുഗ്മ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ്സ് ഓഫ് ദ മദർ ഓഫ് ദ വേൾഡ് എന്നാണ്. ഗോഡ്സ് ഓഫ് ദ മദർ ഓഫ് ദ വേൾഡ് എന്നാണ് ചോമോലുഗ്മ എന്ന വാക്കിനർത്ഥം. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമാത എന്നാണ്. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് ചോമോലുഗ്മ. ചോമോലുഗ്മ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോഡ്സ് ഓഫ് മദർ ഓഫ് ദ വേൾഡ് എന്നാണ്.
തുടക്കത്തിൽ സർവേ വകുപ്പ് എവറസ്റ്റ് നൽകിയ പേര് പീക്ക് 15 എന്നാണ്. പക്ഷെ നമ്മുടെ ആൻസർ കീ വരുമ്പോ പീക്ക് 15 എന്നായിരിക്കൂല, ചിലപ്പോ റോമൻ ലെറ്ററിലായിരിക്കും തന്നിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് പഠിക്കാന്ന് ചോദിച്ചാൽ പീക്ക് അതുപോലെ തന്നെയാണ്. ഇനി റോമൻ ലെറ്ററിൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. അതുപോലെ 5 നമ്മൾ എന്തെന്ന് പറയും? വി എന്ന് പറയും അല്ലെ. റോമൻ ലെറ്ററിൽ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ആണ് അല്ലെ. അപ്പോ 10 5 ചേരുമ്പോ 15 ആയി. അപ്പൊ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത്. എക്സ് വി എന്നായിരിക്കും. പഠനാവശ്യത്തിനായിട്ട് പറഞ്ഞതാണ്. ഇത് റോമൻ ലെറ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വേണ്ടി പറഞ്ഞതാണ്. 10ഉം 5ഉം കൂടെ ചേർന്ന് 15. അപ്പൊ എക്സ് വി എന്നായിരിക്കും വരുന്നത്. അപ്പോ പീക്ക് 15 എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി തന്നെയാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് സർവേ വകുപ്പ് ആദ്യം നൽകിയ പേരായിരുന്നു പീക്ക് 15. പീക്ക് 15 മൗണ്ട് എവറസ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട വർഷം 1865. പീക്ക് 15നെ മൗണ്ട് എവറസ്റ്റ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1865 പഠിക്കുക. 1865 ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും ആണ് കേട്ടോ. ഇതാണ് എഡ്മണ്ട് ഹിലാരി, അതുപോലെ ടെൻസിംഗ് നോർഗയും. അപ്പോ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവരുടെ പേരാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും. എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡുകാരനായ ഒരു പർവ്വ ആരോഹകനാണ്. അതുപോലെ തന്നെ ടെൻസിംഗ് നോർഗ എന്ന് പറയുന്നത് നേപ്പാളി വംശജനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എവറസ്റ്റിന് താഴെ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കായിട്ടുള്ള ഷെർപ്പകളിലെ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ടെൻസിംഗ് നോർഗ എന്ന് പറയുന്നത്. ഈ എഡ്മണ്ട് ഹിലാരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടെൻസിംഗ് നോർഗ കൂടെ പോകുന്നത്. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ 2 വ്യക്തികളാണ്. ഒന്ന് എഡ്മണ്ട് ഹിലാരി, അദ്ദേഹം ന്യൂസിലാൻഡുകാരനായ ഒരു പർവ്വാരോഹകനാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയത് ആരാണ്? ടെൻസിംഗ് നോർഗയാണ്. അദ്ദേഹം നേപ്പാളുകാരനായിട്ടുള്ള ഒരു ഷെർപ്പയാണ്. പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ വർഷം 1953 മെയ് മാസം 29-ാം തീയതി. എവറസ്റ്റ് കീഴടക്കിയ വർഷം 1953 മെയ് മാസം 29-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എവറസ്റ്റ് കീഴടക്കിയ വർഷം ചോദിച്ചാൽ 1953 മെയ് മാസം 29-ാം തീയതിയാണ്. എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് മാസം 29. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് മാസം 29-ാം തീയതിയാണ്. പഠിക്കുക. ഇനി നമുക്ക് എവറസ്റ്റ് കീഴടക്കിയ കുറച്ച് വനിതാ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ പോയിന്റ്സ് പഠിക്കണം. ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എവറസ്റ്റ് കീഴടക്കിയ വനിതകൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയാണ് ജൂങ്കോ തായ്ബെ. 1975 ഇവരൊരു ജാപ്പനീസ് വനിതയാണ്. പഠിക്കണം. ജാപ്പനീസ് പർവ്വതാരോഹകയായിട്ടുള്ള ജൂങ്കോ തായ്ബെ 1975 എവറസ്റ്റ് എന്ത് ചെയ്തു? കീഴടക്കി. അങ്ങനെ അവർ എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയായി. കണ്ടോ, ഇതാണ് ജൂങ്കോ തായ്ബെ എന്ന് പറയുന്നത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാല്. പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ചോദിച്ചാൽ അത് ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത സന്തോഷ് യാദവ് ആണ്. കേട്ട് കഴിഞ്ഞാല് ആണുങ്ങളെ പേര് പോലെ ഇരിക്കും, വനിത തന്നെയാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അത് സന്തോഷ് യാദവ് ആണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ ആദ്യത്തെ വനിത അരുണിമ സിൻഹയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വികലാംഗയായിട്ടുള്ള വനിതയായിരുന്നു ചോദിച്ചാൽ അരുണിമ സിൻഹയാണ്. അവരുടെ ഒരു കാല് ഇല്ല കേട്ടോ, അവര് പൊയ്ക്കാൽ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? എവറസ്റ്റ് കീഴടക്കിയത്. അപ്പൊ എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അരുണിമ സിൻഹയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അൻഷുജാം സെൻപേ ആണ്. ആരാണ്? അൻഷുജാം സെൻപേ ആണ്. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണത്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കിയ വനിതയാരെന്ന് ചോദിച്ചാൽ അത് അൻഷുജാം സെൻപേ ആണ്. അൻഷുജാം സെൻപേ ആണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത് മാലാവത് പൂർണ്ണയാണ്. പഠിച്ചോളനെ, മാലാവത് പൂർണ്ണയാണ് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, എവറസ്റ്റ് കീഴടക്കിയ വനിതാ രത്നങ്ങളെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകും. വ്യക്തമായിട്ട് പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അത് ജൂങ്കോ തായ്ബെ. വർഷം 1975 ഇവർ ഒരു ജാപ്പനീസ് വനിതയായിരുന്നു, അല്ലെങ്കിൽ ജാപ്പനീസ് പർവ്വതാരോഹികയായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത സന്തോഷ് യാദവ് ആണ്. എവറസ്റ്റ് 2 പ്രാവശ്യം കീഴടക്കിയ ആദ്യത്തെ വനിത എന്നുള്ള ബഹുമതി ആർക്കാണ്? സന്തോഷ് യാദവിനാണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിത ആരെന്ന് ചോദിച്ചാൽ അത് അരുണിമ സിൻഹയാണ്. എവറസ്റ്റ് കീഴടക്കിയ വികലാംഗയായ വനിത ആരാണ്? അരുണിമ സിൻഹയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത
അൻഷുജാം സെൻപയാണ്. 5 ദിവസത്തിനിടെ 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നറിയപ്പെടുന്നത് മാലാവത് പൂർണ്ണയാണ്. ആരാണ്? മാലാവത് പൂർണ്ണയാണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാ സുഹൃത്തുക്കളെ? മാലാവത് പൂർണ്ണയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കാഞ്ചൻജംഗ കൊടുമുടി അല്ലെങ്കിൽ കാഞ്ചൻജംഗ പീക്കിനെ പറ്റി. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 1ാം സ്ഥാനം നമ്മൾ പറഞ്ഞു മൗണ്ട് എവറസ്റ്റ്. സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന സംശയമാണ് 2ാമത്തേത് എന്ന്. അതാണ് മൗണ്ട് K2. ഏതാണ്? മൗണ്ട് K2. അവന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ സുഹൃത്തുക്കളെ. അറിയാവുന്ന സുഹൃത്തുക്കൾ അതൊന്ന് കമന്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. 1ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മൗണ്ട് K2 ആണെന്ന്. മൗണ്ട് K2നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതേന്ന് സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഒരുപാട് തവണ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൈനസ് മാർക്ക് നേടിക്കൊടുത്തിട്ടുള്ളതുമായ പോയിന്റ് ആണ് പറഞ്ഞത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനും കാഞ്ചൻജംഗയുടെ മേലെ അവകാശം പറയാൻ പറ്റില്ല. അപ്പോ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് K2 ആയിട്ട് മാറും കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് K2 ആണ്. പക്ഷെ മൗണ്ട് K2 നമുക്കറിയാം കാരക്കോറം പർവ്വതനിരയുടെ ഭാഗമാണ്. കാരക്കോറം പർവ്വതനിര എന്ന് പറയുമ്പോഴത്തേക്കും അത് കടന്നു പോകുന്നത് ഏത് വഴിയാ സുഹൃത്തുക്കളെ? നമ്മുടെ POK വഴിയാണ്, അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ വഴിയാണ്. ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ ഭാഗമായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൗണ്ട് K2 പൂർണ്ണമായും ഇന്ത്യയിലാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് തർക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തർക്ക ഇന്ത്യയിലെ അല്ലെന്നുണ്ടെങ്കിൽ പറയും വെറുതെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2ലേക്ക് പോകും. എന്നാൽ തർക്കരഹിത ഇന്ത്യയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലെത്തണം കാഞ്ചൻജംഗയിലേക്ക്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോകുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് PSC ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് K2 ആണ്. ഇല്ലെങ്കിൽ PSC ചോദിക്കും തർക്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അത് മൗണ്ട് K2 ആണ്. ഇനി കാഞ്ചൻജംഗ എവിടെയാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിന് അവകാശം പറയാൻ പറ്റൂല. പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പർവ്വതനിരയാണ് നമ്മുടെ കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തർക്കരഹിത ഇന്ത്യയിലെ ഒരു തർക്കവും ഇല്ല മറ്റു രാജ്യങ്ങളുമായിട്ട്. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നതും കാഞ്ചൻജംഗയാണ്. പഠിക്കുക. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. വീണ്ടും കൺഫ്യൂഷൻ വന്നു. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. മിക്കുള്ളവർക്കും ആൻസർ തെറ്റാൻ കാരണം ഉത്തരത്തിനകത്ത് മൗണ്ട് K2 കാണും. മൗണ്ട് K2 ഒരിക്കലും ഹിമാദ്രിയുടെ ഭാഗമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മൗണ്ട് K2 എന്ന് പറയുന്നത് കാരക്കോറം പർവ്വതനിരയുടെ ഭാഗമാണ്. കാരക്കോറം പർവ്വതനിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ആരുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതൊരിക്കലും ഹിമാദ്രിയുടെ ഭാഗമല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? മൗണ്ട് K2 എന്ന് പറയുന്നത് ഹിമാദ്രിയുടെ ഭാഗമല്ല. അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം മലനിരകളിലാണ്. അത് നമുക്ക് ആ ഭാഗത്ത് വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ ഇവിടെ പഠിക്കുക. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗ തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി ചോദിച്ചാലും അത് കാഞ്ചൻജംഗയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം ആരായിട്ട് മാറും? മൗണ്ട് K2 ആയിട്ട് മാറും. ഡൗട്ട് തീർന്നല്ലോ സുഹൃത്തുക്കളെ. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. ഡൗട്ട് ഉണ്ടോ സുഹൃത്തുക്കളെ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്.
സുഹൃത്തുക്കളെ, ഹിമാദ്രി മലനിരകളുടെ ഭാഗമാണ് കാഞ്ചൻജംഗ. ഈ ഹിമാദ്രി മലനിരകളുടെ ഒരു ഭാഗം നമ്മുടെ സിക്കിം സംസ്ഥാനത്തിന് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സിക്കിം സംസ്ഥാനത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ഭാഗത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട കാഞ്ചൻജംഗ ഇരിക്കുന്നത്. അതുകൊണ്ട് കാഞ്ചൻജംഗ ആരുടെ ഭാഗമായി? നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളുടെ ഭാഗമായുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാണ്? അത് കാഞ്ചൻജംഗ തന്നെയാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം സംസ്ഥാനം. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിം സംസ്ഥാനമാണ്. കാഞ്ചൻജംഗയുടെ ഉയരം ചോദിച്ചാൽ 8598 മീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ്? 8598 മീറ്റർ ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കുക. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ആരെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്? അത് കാഞ്ചൻജംഗയാണ്. ഒന്നാമത്തെ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. സ്വാഭാവികമായി നമുക്കുണ്ടാവുന്ന സംശയമാണ് രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന്. അതിന്റെ ഉത്തരമാണ് മൗണ്ട് കെ2. ഈ മൗണ്ട് കെ2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കാരക്കോറം മലനിരകളാണ്. അത് ഭാഗമാണ്. ഹിമാലയൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ള കാരക്കോറം മലനിരകളിലാണ്. ഈ കാരക്കോറം മലനിരകൾ ആരുടെ ഭാഗം എന്ന് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതില് ഹിമാദ്രി, ഹിമാചലും, സിവാലിക്കും ഒന്നുമില്ല. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗമാണ് ഹിമാലയത്തിന്റെ. ഓക്കെയാണ്, അത്രയുമായി. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇനി PSC ഒന്നും ചോദിക്കുന്നില്ല, പൂർണ്ണമായും ഇന്ത്യയിലൊന്നും ചോദിക്കുന്നില്ല, വെറുതെ ചോദിക്കുവാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് കെ2 പോകും. കൺഫ്യൂഷൻ ഇല്ലേ? അടുത്തതായി പറഞ്ഞ എന്താണ്? ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കാഞ്ചൻജംഗയാണ്. കാരണം എന്താ സുഹൃത്തുക്കളെ? മൗണ്ട് കെ2 ഹിമാദ്രിയുടെ ഭാഗമല്ല, അത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം. അത് വേറൊരു സൈഡാണ്. അവനെ നമ്മൾ കളഞ്ഞു. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചാൽ അപ്പോ കാഞ്ചൻജംഗയാണ്. ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൗണ്ട് എവറസ്റ്റ് ആണ്. അവിടെ കൺഫ്യൂഷൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെറുതെ PSC ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അത് മൗണ്ട് കെ2 ആണ്. എന്നാൽ PSC എടുത്ത് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതേ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിട്ട് വരും? കാഞ്ചൻജംഗയായിട്ട് വരും. തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. തർക്കരഹിത, തർക്കമില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. കാരണം അതിന് ഒരുത്തനും അവകാശം പറയാൻ പറ്റൂല. നമ്മുടെ സിക്കിം സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ത്യ. എന്നാൽ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ ആണ് തർക്ക ഇന്ത്യയിലെ എന്ന് പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. തർക്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാകുമ്പോൾ അത് വീണ്ടും ആരിലേക്ക് പോകും? മൗണ്ട് കെ2 പോകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ മൗണ്ട് കെ2 ഇരിക്കുന്ന കാരക്കോറം മലനിര എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ അവകാശവാദം പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയും മൗണ്ട് കെ2 ഇന്ത്യക്കുള്ളതാണെന്ന്, പാകിസ്ഥാൻ പറയും മൗണ്ട് കെ2 പാകിസ്ഥാൻ ഉള്ളതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കുന്നത്. തർക്കരഹിത ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. കാരണം എന്താ സുഹൃത്തുക്കളെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൗണ്ട് കെ2 എന്ന് പറയുന്നത് ഹിമാദ്രി മലനിരകളുടെ ഭാഗമല്ല, അവൻ കാരക്കോറം മലനിരകളുടെ ഭാഗം അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അവന് ഹിമാദ്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ പിന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഹിമാദ്രി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരായിരിക്കും? കാഞ്ചൻജംഗയായിരിക്കും. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം സംസ്ഥാനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാഞ്ചൻജംഗയുടെ ഉയരം സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ട് പോവുക 8598 മീറ്റർ അല്ലെങ്കിൽ 8598 മീറ്റർ ആണ് പഠിക്കുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദാദേവിയാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. 7817 മീറ്റർ ആണ്. ഇനി PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാലും ഓട്ടോമാറ്റിക്കലി ആൻസർ ആരിലെത്തും സുഹൃത്തുക്കളെ? നന്ദാദേവിയിലെത്തും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് കെ2 ആണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു ആരാണ്? കാഞ്ചൻജംഗയാണ്. മൂന്നാം സ്ഥാനത്ത് അപ്പോൾ ആരാണ്? നന്ദാദേവിയാണ്. എന്താണ്? നന്ദാദേവിയാണ് പഠിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ സുഹൃത്തുക്കളെ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ആരെന്ന് ചോദിച്ചാൽ നന്ദാദേവി.
നന്ദാദേവിയാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പഠിച്ചോളണം, നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ചോദിച്ചാൽ അത് നംഗപർവ്വതമാണ്. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിനും തർക്കം പറയാൻ പറ്റാത്ത രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ നന്ദാദേവി. അപ്പൊ ഒന്നാം സ്ഥാനം ആരാണ്? കാഞ്ചൻജംഗ. രണ്ടാം സ്ഥാനം നന്ദാദേവി. ഇനി ഒന്നും പറയുന്നില്ല, വെറുതെ PSC ചോദിക്കുകയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി എന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉത്തരം ആരിലേക്ക് വരും? നന്ദാദേവിയിലേക്ക് വരും. അപ്പോ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടികൾ 1, 2, 3 സ്ഥാനം പറയട്ടെ സുഹൃത്തുക്കളെ. ഒന്നാം സ്ഥാനം മൗണ്ട് കേറ്റോ, രണ്ടാം സ്ഥാനം കാഞ്ചൻജംഗ, മൂന്നാം സ്ഥാനം ആരാണ്? നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഉയരം 7817 മീറ്റർ ആണ്. നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ദയാമീർ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്റർ ആണ്. പഠിക്കുക. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പാമീർ. ഇച്ചിരി മാറി നമ്മൾ പറയാൻ പോവുകയാണെ. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പാമീർ പർവ്വതനിര. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും തമ്മിൽ വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. പഠിച്ചോളനെ, ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയും വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിന്റെ കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദിയാണ് മനാസ് നദി. ഒന്നുകൂടി പറയാം. ലെനിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പാമീർ പർവ്വതനിര. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ്. ഇസ്മയിൽ സോമോനി എന്നറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസം കൊടുമുടിയാണ്. ദക്ഷിണ ഭൂട്ടാനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ഹിമാലയത്തിന് കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നദി മനാസ് നദിയാണ്. പഠിക്കുക. ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. അല്ലേ സുഹൃത്തുക്കളെ, ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഈ ഗ്രേറ്റർ ഹിമാലയത്തിന്റെ താഴ്ഭാഗത്താണ് ഹിമാചൽ കാണപ്പെടുന്നത്. അപ്പൊ മുകളിലോട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? വടക്കെന്ന് പറയുന്നു. താഴേക്കാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? തെക്കെന്ന് പറയുന്നു. അപ്പൊ തെക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടുള്ള ഭാഗമാണ് അല്ലെ. അപ്പോ നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴ്ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചലാണ്. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്, ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഗ്രേറ്റർ ഹിമാലയയുടെ തൊട്ടു താഴെ കിടക്കുന്നതുകൊണ്ടാണ് അവനെ ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിന്റെ ഭാഗമായാണ്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചലിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഒരു ഭാഗത്താണ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് ധൗലാധർ എന്നാണ്. പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്ന് ചോദിച്ചാൽ അത് ധൗലാധർ എന്നാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ ഏകദേശം ഈ ഒരു ഭാഗം വരും. അപ്പൊ ഇവിടെ ഹിമാചൽ അറിയപ്പെടുന്ന പേരാണ് നാഗ്തിബ എന്ന്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം എത്ര സുഹൃത്തുക്കളെ? 3000 മീറ്റർ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചൽ പർവ്വതനിര. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാചലാണ്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത് ഹിമാചലിന്റെ ഭാഗമായാണ്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്ന് ചോദിച്ചാൽ അതാണ് ധൗലാധർ. അപ്പോൾ ധൗലാധർ എന്ന പേരിൽ ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഹിമാചലാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. പഠിക്കുക. ഹിമാചലിലെ പ്രധാന പർവ്വതനിരകളാണ് പീർ പാഞ്ചൽ പർവ്വതനിര, ധൗലാധർ പർവ്വതനിര, മഹാഭാരത പർവ്വതനിര. മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്.
ഹിമാചലിന്റെ ഭാഗമായി വരുന്ന പ്രധാന പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ പീർപ്പാഞ്ചൽ പർവ്വതനിര, ധൗളാധർ പർവ്വതനിര, അതുപോലെ മഹാഭാരത പർവ്വതനിര. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈസി ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, ഹിമാചലിലെ പർവ്വതനിര ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേ പഠിക്കുക HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. അപ്പൊ ഹിമാചലിലെ പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കാനുള്ളത്? HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചലാണ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗളാധറിനെ സൂചിപ്പിക്കുന്നു, ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിര. അതാണ് കേട്ടോ, ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിരയാണ് ഭരതൻ എന്ന് പറഞ്ഞത്. അതുപോലെ പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീർപ്പാഞ്ചൽ പർവ്വതനിര. പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീർപ്പാഞ്ചൽ പർവ്വതനിര. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കോഡ് മാത്രം പഠിച്ചാൽ മതി. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചല്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗളാധറാണ്, ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീർപ്പാഞ്ചലിനെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് പൈൻ, ഓക്ക്, ദേവദാരു. പ്രീവിയസ് ആണ്. ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പൈൻ, ഓക്ക്, ദേവദാരു എന്നിവയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ്. ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മസൂറി, നൈനിറ്റാൾ, അൽമോറ. അപ്പൊ ഹിമാചലിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മസൂറി, നൈനിറ്റാൾ, അൽമോറ. ഒന്നുകൂടി പറയാം. ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീര്, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മുസൂറി, നൈനിറ്റാൾ, അൽമോറ എന്നിവയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചലിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട താഴ്വരകളെ പറ്റിയാണ് കേട്ടോ. ഹിമാചലിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട താഴ്വരകളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് കുളു താഴ്വര. ആദ്യമായി നമുക്ക് പഠിക്കുന്നത് ഏതാ സുഹൃത്തുക്കളെ? കുളു താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലി. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് നദി. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് 4 പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലി താഴ്വരയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് നദിയാണ്. ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ ബിയാസ് നദി. പഠിക്കുക. കാശ്മീർ താഴ്വര. ഹിമാദ്രിക്കും പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹിമാദ്രി എന്ന് പറയുന്ന മലനിരയ്ക്ക് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഈ ഹിമാചലിന്റെ ഭാഗമാണ് പീർപ്പാഞ്ചൽ പർവ്വതനിര. അപ്പോൾ ഹിമാചലിന്റെ ഭാഗമായുള്ള പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും അതുപോലെ തന്നെ ഹിമാദ്രിക്കും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട താഴ്വരയുണ്ട്. അതാണ് നമ്മുടെ കാശ്മീർ താഴ്വര. അപ്പോൾ ഹിമാദ്രിക്കും പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര എന്ന് ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ് ആണ്. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ സോനാമാർഗ് ആണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ സോനാമാർഗില് സന്ധ്യാസമയത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിളങ്ങും കേട്ടോ. ഐസിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് മെഡോ ഓഫ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് സോനാമാർഗ് ആകുന്നത്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മാസായവർക്ക് റാണിയാവാൻ പറ്റൂ. സുഖവാസ കേന്ദ്രത്തിന്റെ റാണിയാവണമെങ്കിൽ മാസ് വേണമെന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോ മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാവണമെങ്കിൽ മാസ് വേണം. മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ ആണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്
കൊടൈക്കനാലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ആദ്യമായി നമ്മൾ പറഞ്ഞത് കുളു താഴ്വരയെ പറ്റിയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബിയാസ് നദി. അടുത്തതായി നമ്മൾ നോക്കിയത് കാശ്മീർ താഴ്വരയെ പറ്റിയാണ്. ഹിമാദ്രിക്കും പീർപ്പാഞ്ചൽ പർവ്വനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് പറയുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആവണമെങ്കിൽ നല്ല മാസ് വേണമെന്ന് പഠിക്കുക. അപ്പം മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. പഠിക്കുക. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട താഴ്വരകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന താഴ്വരകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് കൂടുതലായും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാംഗ്ര വാലി, കുളു വാലി, മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി. അപ്പോൾ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട താഴ്വരകൾ ചോദിച്ചു കഴിഞ്ഞാല് കാംഗ്ര വാലി, കുളു വാലി, മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാന താഴ്വരകൾ കാംഗ്ര വാലി, കുളു വാലി, മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി. പഠിക്കുക. ഇതില് കുളു വാലിയും മണാലിയും ലഹൂളും സ്പിത്തിയും കാംഗ്രയും ഒക്കെ PSC പ്രീവിയസ് ആയി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന താഴ്വരകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന താഴ്വരകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. ആ കോഡ് ഇത്രയേ ഉള്ളൂ. HL കുസ്മം. കുസുമമല്ല, HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. നമുക്ക് എക്സ്പാൻഷൻ നോക്കാം. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചലിനെ സൂചിപ്പിക്കുന്നു. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹൂൾ വാലി. കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു വാലി. സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി. സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി. മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി വാലി. അതുപോലെ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംഗ്ര വാലി. പഠിക്കുക. ഒന്നുകൂടി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. സിമ്പിൾ ആണ്. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചല്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹൂൾ വാലി, കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു വാലി, സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി, മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി വാലിയെ സൂചിപ്പിക്കുന്നു. കാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംഗ്ര വാലിയെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഈ ഭാഗത്ത് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹിമാലയത്തിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള സിവാലിക്കിനെ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഹിമാദ്രിയെ പറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഹിമാചലിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവാലിക്കിനെ പറ്റിയിട്ടാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് സിവാലിക് പർവ്വതനിര. സിവാലിക് പർവ്വതനിര പോകുന്നത് പോലെ തന്നെ ആര് പോകുന്നുണ്ട്? ഹിമാചലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആര് പോകുന്നുണ്ട്? ഹിമാദ്രിയും പോകുന്നുണ്ട്. അപ്പോ ഏറ്റവും ഔട്ടർ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരയാണ്. മുകളിലോട്ട് പോകും തോറും നമുക്കറിയാം വടക്കിലോട്ട് നമ്മൾ പോകും, താഴേക്ക് പോകും തോറും നമ്മൾ തെക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പർവ്വതനിരകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരകളാണ്. ഏറ്റവും താഴ്ഭാഗത്ത് ഹിമാലയത്തിന്റെ ഏറ്റവും എൻഡ്, അതായത് ഹിമാലയം ഇങ്ങ് താഴെ എത്താറാവുമ്പോഴുള്ള ഹിമാലയത്തിന്റെ പർവ്വതനിരകൾ അറിയപ്പെടുന്ന പേരാണ് സിവാലിക് പർവ്വതനിരകൾ. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം എന്താണ്? ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയാണ്. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കറിയാം ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. കാരണം ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും വടക്ക് വശത്താണ്. അതായത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉള്ളിലല്ലേ സുഹൃത്തുക്കളെ ഹിമാദ്രി ഇരിക്കുന്നത്? സുഹൃത്തുക്കൾ ചിത്രത്തിലേക്കും ശ്രദ്ധിച്ച്, ഇതാണല്ലോ നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉൾഭാഗത്തിലല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്? ഏറ്റവും ഉൾഭാഗത്താണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇന്നർ ഹിമാലയം എന്ന പേരിൽ വിളിക്കുന്നത്. എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇന്നർ ഹിമാലയം എന്ന പേരില്. എന്നാൽ സിവാലിക്ക് നോക്കിയേ, ഏറ്റവും പുറം ഭാഗത്തല്ലേ ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ സിവാലിക്. ശിവന്റെ
തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചാൽ സിവാലിക്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയിട്ട് സിവാലിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് മലനിരകളാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചാൽ അത് സിവാലിക് ആണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരകൾ എന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ്. അതിന്റെ കാരണം വേറെ ഒന്നും സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ ആക്ടിവിറ്റി നടക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ് കേട്ടോ. അതായത് ഫലക ചലനങ്ങള് കൂടുതലായിട്ട് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന്റെ സിവാലിക് പ്രദേശത്താണ്. അതുകൊണ്ടാണ് സിവാലിക് പ്രദേശത്ത് കൂടുതലായിട്ട് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നത്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക് ആണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ ഗംഗാ സമതലം വരുന്നത്. ഇങ്ങനെ വരുന്നു ഗംഗാ സമതലം. അപ്പോൾ ഈ ഗംഗാ സമതലത്തിന് സമാന്തരമായിട്ട് എങ്ങനെ ഗംഗാ സമതലം പോകുന്നോ അതേ രീതിയിൽ സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരയാണ്. തട്ടുതട്ടായ കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക് ആണ്. തട്ടുതട്ടായ കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ചോദിച്ചാൽ അത് സിവാലിക് ആണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിവാലിക് ആണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചാൽ സിവാലിക് മലനിരകൾ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര സിവാലിക് പർവ്വതനിര. ഗംഗാ സമതലത്തിൽ സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചാൽ സിവാലിക് ആണ്. തട്ടുതട്ടായുള്ള കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക് ആണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. പഠിക്കുക. ഹിമാലയൻ നദികൾ ശിവാലിക് പർവ്വതനിരയെ മുറിച്ചു കടക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും ശിവാലിക് തുടർച്ച നഷ്ടപ്പെടുന്നു. ഹിമാലയൻ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ശിവാലിക്കിനെ മുറിച്ചു കടന്നിട്ടാണ് എങ്ങോട്ട് വരുന്നത്? ഗംഗാ സമതലത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ സമതല പ്രദേശത്ത് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ ശിവാലിക് പർവ്വതനിരകൾക്ക് തുടർച്ച കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ശിവാലിക് പർവ്വതനിരകളിലെ ഗ്യാപ്പുകൾ ഉണ്ടാവും കേട്ടോ. അതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നദികൾ ശക്തമായിട്ട് ഒഴുകുന്നതുകൊണ്ട് തന്നെ അപരദന പ്രക്രിയ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ശിവാലിക്കിന്റെ ആ ഭാഗത്ത് തുടർച്ച എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ശിവാലിക് താഴ്വര മേഖല. ശരിയാണല്ലേ? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് നദികൾ എവിടെ നിന്ന്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഈ നദികളെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നത് ശിവാലിക് പർവ്വതനിരകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവാലിക് പർവ്വതനിരകൾക്ക് തുടർച്ചയില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ കൊണ്ടുവരുന്ന നദികളിൽ നിന്നും നിക്ഷേപിക്കപ്പെടുന്ന അവസാദങ്ങളുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ അത് അടിഞ്ഞുകൂടിയിട്ടാണ് ശിവാലിക് പർവ്വതനിരയുടെ താഴ്വരകള് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് നല്ല ഫലപുഷ്ടിയായിരിക്കും. ശിവാലിക്കിന്റെ ഭാഗമായുള്ള പർവ്വതനിരകളാണ് ദാൽഫ പർവ്വതനിര, മിറി പർവ്വതനിര, മിഷ്മി പർവ്വതനിര, അംബോർ പർവ്വതനിര. ഇത് ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി വരുന്ന പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാല് ദാൽഫ പർവ്വതനിര, മിറി പർവ്വതനിര, മിഷ്മി പർവ്വതനിര, അംബോർ പർവ്വതനിര. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയൻ നദികള് ശിവാലിക് പർവ്വതനിരയെ മുറിച്ചു കടക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും ശിവാലിക് പർവ്വതനിരയ്ക്ക് തുടർച്ച ഇല്ല, അല്ലെങ്കിൽ നഷ്ടമാകുന്നു എന്ന് പഠിക്കുക. പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികള് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ശിവാലിക് പർവ്വതനിരയുടെ താഴ്വരകള്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അത് ദാൽഫ, മിറി, മിഷ്മി, അംബോർ എന്നിവയാണ്. പഠിക്കുക. ഇനി ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കോഡ് ഉപയോഗിക്കുന്നത്. കോഡ് ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഡാംസ് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ശിവാലിക് പർവ്വതനിരയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാംസ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽഫ പർവ്വതനിര, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബോർ പർവ്വതനിര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പർവ്വതനിരകൾ വരുന്നുണ്ട്, മിറിയും അതുപോലെ തന്നെ മിഷ്മി പർവ്വതനിരകള്. മിറിയും മിഷ്മി പർവ്വതനിരകള്. അതുപോലെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. അപ്പോ ശിവാലിക് പർവ്വതനിരയിലെ പർവ്വതങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ ഡാംസ് എന്നങ്ങ് പഠിച്ചു വെക്കുക. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽഫ പർവ്വതനിര, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബോർ പർവ്വതനിര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറി, മിഷ്മി പർവ്വതനിരകള്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. ഇത് 2-3 തവണ സുഹൃത്തുക്കൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. എഴുതി പഠിച്ചതിന് ശേഷം ഈ കോഡ് കൂടി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരുന്നോളം പഠിക്കുക. ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്നതും നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ട് കാണപ്പെടുന്നത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ ശിവാലിക് പർവ്വതനിര പോകുന്നതെന്ന് കരുതുക. ആ ശിവാലിക് പർവ്വതനിരയ്ക്ക്
ലംബമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ട് ലംബമായിട്ട് കാണപ്പെടുന്ന നീളമേറിയ വിസ്തൃതമായിട്ട് ഇതാ ഇങ്ങനെ താഴ്വരകൾ കാണപ്പെടും. ഇത്തരം താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂണുകൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? ഡ്യൂണുകൾ എന്ന്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി കാണപ്പെടുന്ന ഡ്യൂണുകളാണ് ഡെറാ ഡ്യൂണ്, കോട്ട്ലി ഡ്യൂണ്, പാട്ടിലി ഡ്യൂണ്. പറക്കല്ലേ, ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി കാണപ്പെടുന്ന ഡ്യൂണുകളാണ് ഡെറാ ഡ്യൂണ്, കോട്ട്ലി ഡ്യൂണ്, പാട്ട്ലി ഡ്യൂണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശിവാലിക് പർവ്വതനിര കടന്നു പോകുന്നുണ്ട്. ഈ ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ കാണപ്പെടുന്നുണ്ട്. ഇത്തരം താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂണുകൾ എന്ന്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡ്യൂണുകളാണ് ഡെറാ ഡ്യൂണ്, കോട്ട്ലി ഡ്യൂണ്, അതുപോലെ തന്നെ പാട്ട്ലി ഡ്യൂണ് പഠിക്കുക. ശിവാലിക് പർവ്വതനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇതിൽ തേയില ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കാരണം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ശിവാലിക് പർവ്വതനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, തേയില, ഓറഞ്ച് എന്നിവയാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മലനിര ചോദിച്ചാൽ അത് ആസാം മലനിരയാണ്. പഠിച്ചോളണേ, തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മലനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാം മലനിരകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ശിവാലിക് പർവ്വതനിരയുടെ ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതമായ താഴ്വരകളാണ് ഡ്യൂണുകൾ. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായുള്ള ഡ്യൂണുകളാണ് ഡെറാ ഡ്യൂണ്, കോട്ട്ലി ഡ്യൂണ്, പാട്ട്ലി ഡ്യൂണ്. ശിവാലിക് പർവ്വതനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തേയിലയാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. തേയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാം മലനിരകളാണ്. പഠിക്കുക. അടുത്തതായാണ് PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചുരങ്ങളാണ്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ചുരങ്ങൾ. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് ചുരം എന്ന് പറയുന്നത്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ അല്ലെങ്കിൽ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് സുഹൃത്തുക്കളെ? ചുരങ്ങൾ എന്ന്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ടാണ് ഖൈബർ ചുരം. എന്താണ് ഖൈബർ ചുരം? PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചുരമാണ് കേട്ടോ, ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോലൻ ചുരവും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലാൻഡ് ഓഫ് പാസസ് അല്ലെങ്കിൽ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ലഡാക്ക് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. അതുപോലെ തന്നെ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഇത്രയും. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. ഒന്നും കൂടി പറയാം. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയെ സൂചിപ്പിക്കുന്നു. ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം, നാഥനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഥുല ചുരം, സോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം, ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. ഈസിയാണേ കോഡ്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ടെന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖല, ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം, നാഥനായത് എന്ന് പറഞ്ഞാൽ നഥുല ചുരം, സോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം, അതുപോലെ ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. പഠിക്കുക. ഇനി നമുക്ക് PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് പോയിന്റ്സിലേക്ക് കടക്കാം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരമാണ് നഥുല ചുരം.
കൈലാസ തീർത്ഥാടനത്തിനായിട്ട് ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നദുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നദുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നദുല ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്ലജിന്റെ താഴ്വര സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം നദുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് നദുല ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം പഠിക്കുക. അപ്പോ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ചുരങ്ങൾ പഠിക്കാം സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈസി ടിപ്പ് ഉപയോഗിച്ച് അങ്ങ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കില്ല, ടിപ്പ് എപ്പോഴും സുഹൃത്തുക്കൾ പഠിക്കുന്ന സമയത്ത് ഈ ടിപ്പ് കൂടി ചേർത്ത് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പഠനം ഈസി ആകും. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഉത്തരം എത്തുന്നതാണ്. ഈ ടിപ്പ് കൂടി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സോജില ചുരം. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് അല്ലേ സുഹൃത്തുക്കളെ? സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ടിപ്പാണ്. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ഓക്കെ ആണ് സുഹൃത്തുക്കളെ? സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. അപ്പോ ടിപ്പ് കിട്ടിയേ. സോജില ചുരം എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ബനിഹാൽ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബനിഹാൽ ചുരം എവിടെയൊക്കെയാ ബന്ധിക്കുന്നത്? ജമ്മുവിനെയും തമ്മിലാണ്. ഇതിൽ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശ്രീനഗറിനെ സൂചിപ്പിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ശ്രീനഗറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ടിപ്പ് ഇത്രയേ ഉള്ളൂ, ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. എന്താ നമ്മൾ കോഡ് പറഞ്ഞത്? ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. അടുത്തതാണ് ഹർദുലങ്ക ചുരം. എന്താണ് ഹർദുലങ്ക ചുരം? ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഇത് പഠിക്കാനുള്ള ടിപ്പ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. എന്താണ്? ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോ ഖർദുലുങ്ക ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖർദുലുങ്ക ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ലേസിയയ്ക്ക് ഖർ ഉണ്ടെന്ന് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അടുത്തതാണ് ബാരാലാച്ച ചുരം. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ സുഹൃത്തുക്കളെ? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയുമാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ തമ്മിലാണ്? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഈസിയാണ് സുഹൃത്തുക്കളെ, ഒന്നുമില്ല. നമ്മള് ലാലേനെ ബാ എന്ന് പറഞ്ഞ് വിളിക്കണം. എങ്ങനെയാണ്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ, ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്താണ് ലാല. ലാലേനെ നമ്മൾ ബാ പോകാം എന്ന് പറഞ്ഞ് വിളിക്കൂലേ? അപ്പൊ ലാലേനെ ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാല് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അപ്പൊ എന്താ വിളിക്കാനുള്ളത്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അടുത്തതാണ് നദുല ചുരം. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ് അല്ലെ സുഹൃത്തുക്കളെ? നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഇത് പഠിക്കാൻ ഒരു ഈസി ഐഡിയ പറഞ്ഞുതരാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോ എന്താവും സുഹൃത്തുക്കളെ? നാസി എന്നാവൂലെ സുഹൃത്തുക്കളെ? നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോ നാസി എന്നാവും. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികള് ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നദുല ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഈസി ആയിട്ട് കിട്ടിയേ. നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേർത്ത് നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. ടീ എന്ന് വെച്ചാൽ ടിബറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോ നദുല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നദില ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കേണ്ട ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? നദിലയുടെ നായ എടുക്കുക, സിക്കിമിന്റെ സി എടുക്കുക, അപ്പോൾ നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികള് ടീ കുടിക്കുമെന്ന് പഠിക്കുക. ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ് ആണ്. അടുത്തതാണ് ജെപ്ല ചുരം. എന്താണ് ജെപ്ല ചുരം? ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയെയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും അതുപോലെ തന്നെ ലാസയുമാണ്. സുഹൃത്തുക്കളെ, ഇത് പഠിക്കാനുള്ള ടിപ്പ് ഒന്നുമില്ല. ഈ ലസ്സി ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ലസ്സി നമ്മളെ ഈ തൈര് വെച്ചുണ്ടാക്കുന്ന ഒരു പാനീയമാണ് അല്ലെ ലസ്സി. ഈ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. അപ്പോ ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയിനുമാണ്. നമ്മുടെ കോഡ് എന്താണ്? ലസ്സി. അതായത് ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കുടിക്കുന്ന ഒരു പാനീയമാണ് ലസ്സി എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ തൈര് ജലം ചേർത്ത് നിർമ്മിക്കുന്ന ഒരു പാനീയമാണ്. അപ്പോ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ജലം വേണമെന്നങ്ങ് പഠിക്കുക. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം സുഹൃത്തുക്കളെ? ജലം വേണമെന്നങ്ങ് പഠിക്കുക. അപ്പോ ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. ടിപ്പ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്? ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. പഠിക്കുക. അടുത്തതാണ് ലിപുലേഖ് ചുരം. എന്താണ് ലിപുലേഖ് ചുരം? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. അടുത്തതാണ് ബോംഡില ചുരം. എന്താണ് ബോംഡില ചുരം? അടുത്ത ചുരമാണ് ബോംഡില ചുരം. ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത്. ഇതിൽ ടിബറ്റിനെ നമ്മൾ എപ്പോഴും ടി എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ടിപ്പ്. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നമ്മുടെ ഈസി ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു, അല്ലെങ്കിൽ അരുൺ ബോണ്ടയും ടീയും കഴിച്ചു എന്ന് പഠിച്ചാലും മതി. അരുണ് ബോണ്ടയും ടീയും കഴിച്ചു എന്നങ്ങ് പഠിച്ചാലും മതി. അപ്പോ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് ദിഹാങ് ചുരം. ദിഹാങ് ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. എന്താ പേരന്റെ? ദിഹാങ് ചുരം. പഠിക്കുക. അപ്പോ ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ മാണ്ഡിലെയുമാണ്. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയുമാണ് ആര് ബന്ധിപ്പിക്കുന്നത്? ദിഹാങ് ചുരം. ആരാണ്? ദിഹാങ് ചുരം. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.